ഹലോ മക്കളെ, ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. ഒരു പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ PYക്ക് നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ 2022, 23 ആൻഡ് 24 ആണ് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൽ 2023 മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 22ലും 23ലും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും? അത്രയും ക്വസ്റ്റ്യൻസ് എന്തിലുണ്ട്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ CUT UG എക്സാമിന് ചോദിക്കുന്നുണ്ട്. സോ അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് നാഷണൽ ഇൻകം എന്നുള്ളത് നമുക്കറിയണമല്ലോ. എന്താ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം എന്താ? ഒരു നേഷൻ്റെ ഇൻകാണ് അല്ലേ, ഒരു കൺട്രിയുടെ ഇൻകാണ് ആക്ച്വലി നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അല്ലേ. സോ എന്താണ് നാഷണൽ ഇൻകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? National income refers to the total monetary value of all the final goods and services produced within a country in a given period, usually a year. അതായത് ഒരു വർഷത്തിൽ ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മുകളിലുള്ള മോണിറ്ററി വാല്യൂനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് പെർഫോമൻസ് ആണെങ്കിലും അവിടുത്തെ ഗ്രോത്ത് ആണെങ്കിലും ഡെവലപ്മെൻറ്റ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണെങ്കിലും എല്ലാത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്സാക്റ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് മെഷർമെൻ്റ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അല്ലേ. നാഷണൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ എത്രയാണ് ആ രാജ്യത്തിൻ്റെ വേൾഡ് പൊസിഷൻ എത്രയാണല്ലേ. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ GDP നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവില്ലേ എത്രയാണ് ആ നേഷൻ്റെ വെൽത്ത് അല്ലെങ്കിൽ വേൾഡ് ഇക്കണോമിയിൽ ആ നേഷൻ്റെ പൊസിഷൻ എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് ബേസിക്കലി മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻലി നമ്മുടെ GDP ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കറൻലി നമ്മുടെ അതായത് ഇന്ത്യയുടെ വേൾഡ് പൊസിഷൻ എന്ന് പറയുന്നത് 5th പൊസിഷൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 5th എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇക്കണോമിക് വേരിയബിൾസ് സച്ച് ആസ് നാഷണൽ ഇൻകം ആൻഡ് ദ പ്രോഫിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹെഡ്സ്? അതായത് നാഷണൽ ഇൻകവും അതുപോലെ തന്നെ പ്രോഫിറ്റും എന്താണ്, എന്ത് തരം വേരിയബിൾ ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണോ, ഫ്ലോ കോൺസെപ്റ്റ് ആണോ, ഡിപ്രിസിയേഷൻ ആണോ, ഫൈനൽ ഗുഡ്സ് ആണോ? എന്താണ് സ്റ്റോക്ക് കോൺസെപ്റ്റ്? സ്റ്റോക്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നില്ല, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാധനത്തെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോക്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളൊരു സാധനത്തിനെ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? സ്റ്റോക്ക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലോ എന്ന് പറയുമ്പോഴോ പോയിന്റ് അല്ല, ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാധനത്തെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? ഫ്ലോ എന്ന് പറയുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാധനത്തിനെ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോ കോൺസെപ്റ്റ് എന്ന് പറയും. എന്താണ് ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ ഇസ് എ ടിയർ ആൻഡ് വിയർ. അതായത് നമ്മളൊരു സാധനം നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് സംഭവിക്കും? വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കാം? തേയ്മാനങ്ങൾ സംഭവിക്കാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മിക്സി വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ മിക്സി വാങ്ങി നമ്മൾ എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് കൊണ്ടുവന്നു. സോ നാളെ മുതൽ നമ്മൾ മിക്സി യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റത്തെ ഒരു 2-3 കൊല്ലമൊക്കെ അടിപൊളിയായിട്ട് മിക്സി എന്ത് ചെയ്യും, വർക്ക് ചെയ്യും അല്ലേ. നമ്മൾ ഇടുന്നു, നല്ല സ്പീഡിൽ ട്രെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മിക്സി വർക്ക് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാണ്, കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, മിക്സിൻ്റെ എന്ത് വരും, കേടുപാടുകൾ വരും അല്ലേ. ചിലപ്പം അതിൻ്റെ മൂടി പൊട്ടി പോകുന്നുണ്ടാവാം. മൂടി മീൻസ് അടപ്പ് പൊട്ടി പോകുന്നുണ്ടാവാം. മൂടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന് അടപ്പ് പൊട്ടി പോകുന്നുണ്ടാവാം. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ബ്ലേഡിൽ കംപ്ലയിൻറ്റ്സ് വരാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ മിക്സിൻ്റെ എന്ത് ചെയ്യാം, അതിൻ്റെ വയറിങ്ങിൽ അല്ലെങ്കിൽ ആ മിക്സിൻ്റെ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള പ്രൈമറി ഫൗണ്ടേഷൻ ആയിട്ടുള്ള അതിനുള്ളിലുള്ള വയറിങ്ങിൽ വ്യത്യാസം വരാം. ഇപ്പോൾ എൻ്റെ അവിടുത്തെ മിക്സിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മിക്സിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ബേസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെയുള്ള സ്വിച്ച് അടക്കം ഇങ്ങനെ ഓണായി ഓഫായിട്ടൊക്കെ കളിക്കും. അപ്പോൾ അത് താഴെ പോയിട്ട് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യാം വരാം. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യാം മിസ്റ്റേക്കുകൾ വരാം. അതുപോലെ തന്നെ നമ്മൾ പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യാം വരാം, തേയ്മാനങ്ങൾ സംഭവിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു തേയ്മാനത്തെയാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുക, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വർഷം കഴിയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അതിന് തേയ്മാനങ്ങൾ സംഭവിക്കാം. അതിന് ടിയർ ആൻഡ് വിയർ സംഭവിക്കുക. അതിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുക. ഫൈനൽ ഗുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഫൈനൽ ഗുഡ് എന്ന് പറയാം. അതിന് മുകളിൽ ഇനി ഒരു അതർ എന്ത് സംഭവിക്കില്ല, ഒരു പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യില്ല, ഫൈനൽ ഗുഡിന് മുകളിൽ നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നാഷണൽ ഇൻകം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഫ്ലോ കോൺസെപ്റ്റ് ആണ്, നോട്ട് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ഫ്ലോ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ നാഷണൽ ഇൻകം ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, പോയിന്റ് ഓഫ് ടൈമിലല്ല മറിച്ച് പീരീഡ് ഓഫ് ടൈമിലാണ്. പോയിന്റ് ഓഫ് ടൈമിലല്ല മറിച്ച് പീരീഡ് ഓഫ് ടൈമിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഫ്ലോ കോൺസെപ്റ്റ് ആണ് അല്ലേ. യെസ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഒരു കാൽക്കുലേഷൻ ആണ്. സോ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ബേജാറാവുന്നുണ്ടാവും അല്ലേ, നല്ല പാട് തോന്നുന്നുണ്ടാവില്ല, ഇത് എങ്ങനെ ചെയ്യുന്നുള്ള അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. സപ്പോസ് എ കൺട്രി ഓൺലി ദ പ്രൊഡ്യൂസ് ദ ബ്രെഡ്. അതായത് ഒരു കൺട്രി എന്ത് ചെയ്യാണ്, ബ്രെഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം.
In the year of 2000, it had produced the 100 unit of the bread. Price was 10 per ബ്രെഡ്. അതായത് നമ്മളൊരു കൺട്രി എടുക്കുകയാണ്, ഇപ്പോൾ ഇന്ത്യൻ എടുക്കുക. ഇന്ത്യ എന്ത് ചെയ്യാണ്? ബ്രെഡ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇന്ത്യ എന്ത് ചെയ്യാണ്? ബ്രെഡ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? 2000 ഇയർ എന്താണ്? 2000 ആണ് നമ്മുടെ ഇയർ വരുന്നത്. 2000 ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 100 യൂണിറ്റ് ആണ് അല്ലേ? 100 യൂണിറ്റ് ആണ് അല്ലേ? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 100 യൂണിറ്റ് ആണ്. ദെൻ ഓരോ ബ്രെഡിൻ്റെ മുകളിലും നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 പെർ ബ്രെഡ്. 10 പെർ ബ്രെഡ്. ദാറ്റ് മീൻസ് ഓരോ ബ്രെഡിൻ്റെ മുകളിൽ വരുന്ന നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 റുപ്പീസ് ആണ് അല്ലേ? ഇനി എന്താണ്? 2000 പോയത് 200 അല്ല, 2000. ഇനി 2001 അവസ്ഥ എന്താണ്? 2001 അവസ്ഥ എന്താണ്? എന്താ പ്രശ്നം? 2001 എന്താ? ഇത് പെന്നില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, 2001 എന്താണ് അവസ്ഥ? എന്ത് സംഭവിക്കും? നമ്മളൊരു 110 ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്രെഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ഈടാക്കുന്ന എന്താണ് പ്രൈസ് എന്ന് പറയുന്നത്? 15 റുപ്പീസ് ആണ്. സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതായത് 2000 നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നത് 100 യൂണിറ്റ് ഉണ്ടാക്കുന്നു. ഓരോ ബ്രെഡിന് മുകളിൽ 10 റുപ്പീസാണ് നമ്മൾ ഈടാക്കുന്നത്. 2001 നമ്മൾ 101 യൂണിറ്റ് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് മുകളിൽ വരുന്ന റുപ്പീസ് എന്ന് പറയുന്നത് 15 റുപ്പീസ് ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് 2001 നോമിനൽ ആൻഡ് ദി റിയൽ GDP ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 2001 നോമിനലും അതുപോലെ തന്നെ റിയൽ GDP ആണ്. 2001 കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നോമിനൽ GDP നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? നോമിനൽ GDP നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക കറണ്ട് പ്രൈസിൻ്റെ ബേസിലാണ്. കറണ്ട് പ്രൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 2001 ബ്രെഡിന് എത്ര രൂപയുണ്ട്, അതാണ് അതിൻ്റെ കറണ്ട് പ്രൈസ്. എന്നാൽ റിയൽ GDP നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. കോൺസ്റ്റൻറ്റ് പ്രൈസിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോമിനൽ GDP കാണാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. എന്താണ്? കറണ്ട് പ്രൈസ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എന്ത് കിട്ടും? നോമിനൽ എന്ത് കിട്ടും? GDP കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? 2001 കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് 2000 പോയിട്ട് കാണരുത്. ഇവിടെ 2001 ആണ് നോമിനലും അതുപോലെ തന്നെ എന്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്? റിയലും കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2001 നോമിനൽ GDP കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 2001 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആകെ ഔട്ട്പുട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? അവിടുത്തെ കറണ്ട് പ്രൈസ് ആയിട്ടുള്ള 15 എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നോമിനൽ എന്ത് കിട്ടും? നോമിനൽ GDP കിട്ടും. അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 1650 റുപ്പീസാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്ത്? നോമിനൽ GDP ഇൻ ഏത്? 2001. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് റിയൽ GDP ആണ്. റിയൽ GDP എങ്ങനെയാണ് നമ്മൾ കാണാം? റിയൽ GDP നമ്മൾ കാണണമെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ കറണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസ് കാണണം. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രൈസ് അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസ് എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ബേസ് ഇയർ എന്ന് പറയുന്നത് 2000 ആണ്. അപ്പോൾ നമ്മൾ റിയൽ GDP കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മുടെ കറണ്ട് പ്രൈസ് യൂസ് ചെയ്യരുത്. ബേസ് ഇയർ ആയിട്ട് തന്നിട്ടുള്ളത് 2000 ആണ്. മേ ബി ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1991 ഡാറ്റ ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബേസ് ഇയർ ആയിട്ട് കൊടുക്കുന്ന ഏത് ഇയർ ആണെന്ന് നോക്കാം. ആ ഇയറിൽ ആ ബ്രെഡിന് ഓരോ യൂണിറ്റിന് വേണ്ടി വന്നിട്ടുള്ള പ്രൈസ് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇനി ഒരു പക്ഷേ ഇവിടെ 1991 എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഡാറ്റ കൊടുക്കാം. 1991 എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ എന്താണ് അവിടെ ബ്രെഡിൻ്റെ പൈസ എന്ന് പറയുന്നത് 5 റുപ്പീസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ഇത് പെന്നില്ലാത്തൊരു കഷ്ണമാണ് ഗൈസ്. അവിടെ ബ്രെഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 5 റുപ്പീസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ ബ്രെഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പീസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5 റുപ്പീസ് ആണെങ്കിൽ ഇവിടെ ബേസ് ഇയറിന് എന്താണ് 2000 പകരം ഇവിടെ 1999 എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? 10 എടുക്കരുത്. മറിച്ച് ബേസ് ഇയർ പ്രൈസ് ആയിട്ടുള്ള 1990 5 ആണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിയൽ GDP കാണാൻ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരിക്കലും റിയൽ GDP എന്ത് ചെയ്യാൻ പറ്റില്ല? കറണ്ട് പ്രൈസ് ലെവൽ കാണാൻ പറ്റില്ല. മറിച്ച് ബേസ് ഇയർ പ്രൈസ് ലെവലേ കാണാൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റി എന്തായിരിക്കും? കറണ്ട് ക്വാണ്ടിറ്റി ആയിരിക്കും. ക്വാണ്ടിറ്റി ആയിട്ട് എന്താ വരുന്നത്? 110 യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2001 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? കറണ്ട് പ്രൈസ് ലെവൽ എടുക്കില്ല. ബേസ് ഇയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 2000 ആണ്. അപ്പോൾ 2000 പ്രൈസ് ലെവലാണ് നമ്മൾ എടുക്കുക. ഒരിക്കലും 15 എടുക്കരുത്. ബേസ് ഇയറിൻ്റെ എന്താണ്
പ്രൈസ് ലെവലായിട്ടുള്ള 10 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എടുക്കേണ്ടത്. സോ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക എന്താണ് 1000 ആൻഡ് 100 റുപ്പീസ് ആണ് അല്ലേ. 1000 + 100 റുപ്പീസ് ആണ് കിട്ടുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ഈസ് എ കറക്റ്റ് ആൻസർ. കിട്ടിയോ? സാധനം കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ് 3. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർ ആസ് എ ഇൻ്റർമീഡിയറ്റ് ഗുഡ്. നമുക്കറിയാം 2 ഗുഡ്സ് ഉണ്ട്, ഫൈനൽ ഗുഡ്സ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്. ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫൈനൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗുഡ്സിനാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയാം. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓരോ പ്രോസസ്സിൻ്റെ ഇടയിൽ നമ്മൾ ചേർക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയാം. അതായത് നമ്മൾ പറയില്ലേ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കാന്ന് പറയില്ലേ, ഇടനിലക്കാരനായിട്ട് നിൽക്കുക. അതായത് അതിൻ്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയാം. ഫൈനൽ ഗുഡ്സ് ആക്ച്വലി എന്ത് ചെയ്യാണ്? ഇനി ഒരിക്കലും എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള ഒരു എന്തിനാവശ്യമില്ല, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇൻ്റർമീഡിയറ്റ് ഗുഡിന് എന്തുണ്ട്? ഓരോ സ്റ്റേജ് കഴിയുന്നതിനനുസരിച്ച് എന്തുണ്ട്? ഫർദർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൊബൈൽ പർച്ചേസ്ഡ് ബൈ ദ സ്റ്റുഡൻറ്റ്. മൊബൈൽ എന്ന് പറയുന്നതാണ് ഒരു ഫൈനൽ ഗുഡാണ്. കാരണം മൊബൈൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിട്ട് പർച്ചേസ് ചെയ്ത് നമുക്ക് ഫൈനൽ കൺസംഷന് യൂസ് ചെയ്യാം. കാർ പർച്ചേസ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ്. കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ്ലി ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസർ പർച്ചേസ്ഡ് ബൈ ദ ഫാമേഴ്സ്. ഈ സീഡ്സ് ആണെങ്കിലും ഫെർട്ടിലൈസർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ വേണം? നമുക്ക് കൂടുതലായിട്ടുള്ള എന്താ പറയുക അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീഡ്സും ഫെർട്ടിലൈസറും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ഫൈനൽ ഗുഡ്. അത് മേ ബി വീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം റൈസ് ആയിരിക്കാം. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇടയിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗുഡ്സാണ് ആക്ച്വലി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അതിനാണ് നമ്മൾ സീഡ്സും ഫെർട്ടിലൈസറും യൂസ് ചെയ്യുന്നത്. സോ 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ആൻഡ് വെജിറ്റബിൾ പർച്ചേസ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ്? ഫൈനൽ കൺസംഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? 4th വൺ എന്താണ്? റോങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, വെജിറ്റബിൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വെജിറ്റബിൾ എന്താവും? ഇൻ്റർമീഡിയറ്റ് ഗുഡ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ്? അരി നമ്മൾ എന്ത് ചെയ്യാണ്? ചോറ് ഉണ്ടാക്കാൻ വേണ്ടി, ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ വീറ്റ് നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? വീറ്റ് എന്താവും? ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആവും. ഓരോ കോൺടാക്ട്സിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക എന്തായിരിക്കും? 3 ആണ്. സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസർ പർച്ചേസ്ഡ് ബൈ ദ ഫാമർ ആണ് എന്ത് വരുന്നുണ്ടാവുക? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ. ആൻഡ് ദ 4th വൺ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ഡിവൈഡ് ഇൻ ടു 2 കാറ്റഗറി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് പോവാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്താ? എനി ഐഡിയ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4th ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ആണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് 2 പേർപ്പസിന് വേണ്ടിയിട്ടാണ്. സോഷ്യൽ ആയിട്ടുള്ളതിനും അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ആയിട്ടുള്ളതും. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സോഷ്യൽ ആയിട്ടുള്ള വെൽഫെയറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷൻ കൊടുത്താൽ അവിടെ വെൽഫെയർ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്റേഴ്സ് അല്ലേ, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ആളുകളുടെ ഹെൽത്ത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? റോഡ് കൊണ്ടുവരാം, അതുപോലെ തന്നെ റെയിൽവേസ് കൊണ്ടുവരാം, അതുപോലെ തന്നെ എന്താ പറയുക മെട്രോസ്, ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനാണ് നമ്മൾ എന്ത് പറയാം? ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ഇൻ ചൈന. ഇത് ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലല്ലോ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇൻ ചൈന കമ്മ്യൂൺ ഡാഷ് സിസ്റ്റം റിലേറ്റഡ് ടു. കമ്മ്യൂൺ സിസ്റ്റം, അതായത് ഇവിടെ ഡാഷ് ഇല്ല കേട്ടോ. ഇൻ ചൈന കമ്മ്യൂൺ സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു. ഏത് സിസ്റ്റത്തിനാണ് ചൈന ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാം, ഇറ്റ്സ് അഗ്രികൾച്ചർ. ഓക്കെ, അഗ്രികൾച്ചർ ഈസ് എ കറക്റ്റ് ആൻസർ. യെസ്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂസിങ് ഉണ്ടാക്കുക. ഇവിടെ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്തുമാത്രമാണ്? നമ്മൾ നാഷണൽ ഇൻകം മെഷർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സപ്പോസ് ഇൻ എൻ ഇക്കോണമി ദർ ആർ ദ ഓൺലി 2 ഫേംസ്. എന്താണ്? ഇക്കണോമിയിൽ 2 ഫേംസ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. ഫേംസ് മാത്രം 2 ഫേംസ് മാത്രമേ ഉള്ളൂ. ഓൺലി 2 ഫേംസ്, എ ആൻഡ് ബി. കാൽക്കുലേറ്റ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് GDP ആണ് കാണേണ്ടത്, അതായത് നാഷണൽ ഇൻകം ആണ് നമുക്ക് കാണേണ്ടത്. അറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഫ്രം ദ ഗിവൺ ടേബിൾ. GDP നമുക്ക് കാണാം അല്ലേ. നമുക്കറിയാം GDP കാണാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് മെത്തേഡാണ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് വിളിക്കാം. പിന്നെ വരുന്നതാണ് എന്ത് വരുന്നത്? നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലേ. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്?
ഇൻകം മെത്തേഡ് ഉണ്ട് അല്ലേ. അങ്ങനെ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GDPനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് GDP മെഷർ ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലൂ തന്നിട്ടുണ്ടാവും നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ എന്താണ്, ഇൻകം ബേസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റവന്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ കൊടുത്തിട്ടുണ്ടായിരിക്കും. എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ല, എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തായിരിക്കും ഡാറ്റ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ വരുന്ന സമയത്ത്. ദെൻ പീൻ്റെ സമയത്ത് എന്തായിരിക്കും വാല്യൂ ആഡഡ്. അവിടെ നമ്മൾ പീൻ്റെ സ്ഥലത്ത് നമ്മൾ നോക്കുന്നുണ്ടാവുക എന്തായിരിക്കണം, അവിടെ ഫൈനൽ ഗുഡ്സിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ടോ. ഇതൊക്കെ തരാണെങ്കിൽ ബേസിക്കലി അത് എന്ത് മെത്തേഡ് റിലേറ്റ് ചെയ്തിട്ടാണ്, അത് പ്രൊഡക്റ്റ് മെത്തേഡ്, അതായത് വാല്യൂ ആഡഡ് മെത്തേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ എന്തുണ്ടാവണം, ഒന്നിക്ക് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, അതുപോലെ തന്നെ ഫൈനൽ ഗുഡ്സ്, അതുപോലെ തന്നെ സെയിൽസ്, ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ടുള്ള അല്ലെ നമ്മുടെ കൺസംഷന്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ H-M ആ ഒരു ഇക്വേഷൻ വരുന്ന ഒരു ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിക്കാം. ഇൻകം മെത്തേഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റവന്യൂ, അതുപോലെ തന്നെ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പേയ്മെൻറ്റിന് കിട്ടുന്ന റവന്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻകം മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആക്ച്വലി തന്നിട്ടുണ്ടല്ലേ, ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് മെത്തേഡാണ്, അതായത് വാല്യൂ ആഡഡ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡ്, എന്താണ് വാല്യൂ ആഡഡ് മെത്തേഡ്? അതായത് പ്രൊഡക്റ്റ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുന്നത് വരെ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുന്നത് വരെ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങിലും ഓരോ വാല്യൂകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡക്റ്റിന് മുകളിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ആ ടോട്ടൽ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെ അല്ലെ, ആ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ നമുക്ക് എന്ത് വിളിക്കാം, നമ്മുടെ GDP ഇൻ എന്താണ് വാല്യൂ ആഡഡ് മെത്തേഡ്, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കാം. GDP ഇൻ വാല്യൂ ആഡഡ് മെത്തേഡ് ആൻഡ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 2 ഫേംസ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 2 ഫേംസിൻ്റെ വാല്യൂ ആഡഡ് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം കാണാം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ വാല്യൂ ആഡഡ് മെത്തേഡ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഫേം എന്റെ വാല്യൂ ആഡഡ്, അതായത് ഫേം എന്റെ എന്ത് കാണണം, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ത് ചെയ്യണം ആദ്യം കാണണം. ഫേം എന്റെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ത് ചെയ്യണം ആദ്യം കാണണം. പിന്നെ ഫേം ബിൻ്റെയും എന്ത് ചെയ്യണം, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ത് ചെയ്യണം നമ്മൾ കാണണം. അപ്പോൾ ഫേം എൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെ നമ്മൾ കാണാം, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫേം എൻ്റെ കേസ് മാത്രം എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെയിൽസ് കോസ്റ്റ് ആയിട്ട് സെയിലായിട്ട് വന്നിട്ടുള്ളത് എത്രയാണ്, സെയിലായിട്ട് വന്നിട്ടുള്ളത് എത്രയാണ്, 50 crores ആണ് അല്ലേ, അത് നമ്മൾ ആഡ് ചെയ്യും. പ്ലസ് എന്ത് ചെയ്യും, ചേഞ്ച് ഇൻ സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ളത് എത്രയാണ്, 20 crores ആണ്, അത് നമ്മൾ ആഡ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും ഇൻ്റർമീഡിയറ്റ് കൺസംഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല, മറിച്ച് എന്ത് ചെയ്യണം, അത് നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. അതായത് സെയിൽസും ചേഞ്ച് ഇൻ സ്റ്റോക്കും പരസ്പരം ആഡ് ചെയ്യുകയും ഇൻ്റർമീഡിയറ്റ് കൺസംഷനെ നമ്മൾ മൈനസ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനെയാണ്. അത് ഓൾറെഡി നമ്മുടെ ഫൈനൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട, എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ട. എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡബിൾ കൗണ്ടിങ് ഇഷ്യൂസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർമീഡിയറ്റ് കൺസംഷനെ നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫേം എൻ്റെ കേസിൽ എന്താ ചെയ്യാണ്, ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞത് എത്രയാണ് ഫേം എൻ്റെ കേസിൽ എത്രയാണ്, 0 ആണ് അല്ലേ. അപ്പോൾ 0 ആവുന്ന സമയത്ത് ഇത് രണ്ടും പരസ്പരം ആഡ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 70 കിട്ടും അല്ലേ. 70 crores ആണ് എന്ത് പറയുന്നത്, ഫേം എൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, ഫേം ബീൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ് ഫേം ബീൻ്റെ എത്രയാണ്, 200 ആണ് എന്ത് വരുന്നത്, സെയിൽസ് എന്ന് പറയുന്നത് അല്ലേ. 200 ആണ് എന്ത് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ എന്ത് ചെയ്യണം, അതിൻ്റെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, ഇറ്റ്സ് എ മൈനസ് വാല്യൂ അല്ലേ. -30 ആണ് പറയുന്നത്. ഇറ്റ്സ് എ -30 ആണ് പറയുന്നത് അല്ലേ. -30 ആണെന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് വരുന്നത്. ദെൻ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 100 crores ആണ് അല്ലേ. 100 crores ആണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ അല്ലേ. 100 crores ആണ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പരസ്പരം കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. ഇവിടെ പ്ലസും മൈനസും വന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, 200 നിന്നും 30 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കിട്ടും, 170 കിട്ടും അല്ലേ. 170 എന്ന് പറയുന്നത് പോസിറ്റീവ് 170 ആയിരിക്കും. ദെൻ 170 മൈനസ് എത്രയാണ്,
100. 170 മൈനസ് 100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 70 അല്ലേ? 170 മൈനസ് 100 ഇസ്ക്കൽ ടു 70. കഴിഞ്ഞോ? കാൽക്കുലേഷൻ കഴിഞ്ഞോ? ഇല്ല. 2 ഫേംസേ ഉള്ളൂ. ഈ 2 ഫേംസിൻ്റെയും എന്ത് ചെയ്യണം? ഗ്രോസ് വാല്യൂ ആഡഡ് എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ GVA എന്തിൻ്റെ? ഫേം എൻ്റെത് പ്ലസ് എന്ത് ചെയ്യണം? GV എൻ്റെ വി ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത്? G യെസ് GVA ഫേം ബീൻ്റെത് കാണണം അല്ലേ? പരസ്പരം രണ്ടും ആഡ് ചെയ്യുക. എത്രയാണ്? 70 പ്ലസ് 70 എത്രയാണ്? 70 പ്ലസ് 70 എത്രയാണ്? 70 പ്ലസ് 70 എത്രയാണ്? 70 പ്ലസ് 70 ഈസിക്കൽ ടു എത്രയാണ്? 140 അല്ലേ? സോ 140 ഇസ് എ കറക്റ്റ് ആൻസർ. സോ 140 ഇസ് എ കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാല്യൂ ആഡഡ് മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ നാഷണൽ ഇൻകം അതായത് GDP കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാല്യൂ ആഡഡ് ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ ഫൈനൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഇതിൻ്റെയൊക്കെ സെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ ആഡഡ് ആണ്. 2 ഫേംസ് ആണുള്ളത്. 2 ഫേംസിന് സെപ്പറേറ്റ് എന്ത് ചെയ്യുക? വാല്യൂ ആഡഡ് കാണാൻ, എന്നിട്ട് പരസ്പരം അത് കൂട്ടാം. സോ നമുക്ക് എന്ത് ചെയ്യും? ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 140 കിട്ടും. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ C+I+G+H-M എന്നുള്ള ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്. C എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതാണ് G. ദെൻ H-M എന്ന് പറയുന്നത്, H എന്ന് പറയുന്നത് എക്സ്പോർട്ടും, M എന്ന് പറയുന്നത് ഇമ്പോർട്ടുമാണ്. ഈ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? C+I+G+G പ്ലസ് എന്താണ്? H-M. ഇതാണ് നമ്മുടെ നാഷണൽ ഇൻകം, അതായത് GDP ഇക്വേഷൻ കേട്ടോ. H-M ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ച് കാണേണ്ടത്. ഇൻകം മെത്തേഡ് ആണെങ്കിലോ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ല, നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് മുകളിൽ കിട്ടിയിട്ടുള്ള റെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ വേജ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, പിന്നെ പ്രോഫിറ്റ്. ഇത് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൊത്തത്തിലുള്ള ആ ഒരു നാഷണൽ ഇൻകം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്രൊഡക്റ്റ് മെത്തേഡ്, അതായത് വാല്യൂ ആഡഡ് മെത്തേഡാണ്. എന്തുകൊണ്ടാണ്? ഇൻ്റർമീഡിയറ്റ് ഗുഡും അതുപോലെ നമ്മുടെ ഫൈനൽ ഗുഡിനൊക്കെ ഡാറ്റ തരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടിയോ? ഒരു ഐഡിയ കിട്ടിയില്ലേ ഏകദേശം? സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ 140 ആണ്. സോ നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ 2022 മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ 2023ലും 2024ലും നമുക്ക് ഇന്ന് എന്തുണ്ട്? നാഷണൽ ഇൻകത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ കറണ്ട് ഇല്ലാത്തത് കാരണം ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ അല്ലേ? ലാപ്പ് ഓഫ് ആവുന്നതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. സോ അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അവർ കമൻറ്റ് ചെയ്യുക. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഷോ ഓൾ ദ വെരി ബെസ്റ്റ്.